നൂറ്റാണ്ടുകളായി കോഹിനൂർ വജ്രം നിഗൂഢതയിലും ശക്തിയിലും ഇരുണ്ട ശാപത്തിലും മൂടപ്പെട്ടിരിക്കുന്നു. ഈ ഐതിഹാസിക രത്നം കൈവശം വച്ചിരിക്കുന്നവർ ലോകത്തെ ഭരിക്കുമെന്ന് പറയപ്പെടുന്നു. പക്ഷേ വലിയ ദൗർഭാഗ്യം അനുഭവിക്കേണ്ടിവരും. വജ്രത്തിന്റെ ഉദ്ഭവം 5000 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലെ ഗോൽക്കൊണ്ട ഖനികളിലാണ്. അവിടെ ഇത് ഒരിക്കൽ ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്ന സ്യമന്തകരത്നം എന്ന് വിളിക്കപ്പെട്ടിരുന്നു. ആ നിമിഷം മുതൽ കോഹിനൂർ സമ്പത്തിന്റെയും ശക്തിയുടെയും പ്രതീകമായി മാറി ശക്തരായ ഭരണാധികാരികളുടെ കൈകളിലൂടെ കടന്നുപോയി. അവർക്ക് നിർഭാഗ്യം മാത്രമേ കൊണ്ടുവന്നുള്ളൂ. കോഹിനൂർ കൈവശം വച്ച ആദ്യത്തെ അറിയപ്പെടുന്ന രാജ്യം കാകതീയ രാജവംശം ആയിരുന്നു. എന്നാൽ അവരുടെ സാമ്രാജ്യം താമസിയാതെ ആക്രമണകാരികൾക്ക് കീഴടങ്ങി വജ്രത്തിന്റെ രക്തരൂക്ഷിതമായ യാത്രയുടെ തുടക്കം കുറിച്ചു. ഡൽഹി സുൽത്താൻ ഇത് പിടിച്ചെടുത്തു. തുടർന്ന് മുഗൾ ചക്രവർത്തിമാരുടെ കൈകളിലേക്ക് കടന്നു. തന്റെ പ്രശസ്തമായ മയൂരസിംഹാസനത്തിൽ വജ്രം സ്ഥാപിച്ച ഷാജഹാൻ ചക്രവർത്തിക്ക് ഒരു ദാരുണമായ വിധി നേരിടേണ്ടി വന്നു. സ്വന്തം മകൻ ഔറംഗസീബ് അദ്ദേഹത്തെ തടവിലാക്കി. അദ്ദേഹം അവസാന ദിവസങ്ങൾ താജ്മഹലിൽ ജയിൽ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി ചെലവഴിച്ചു. 1739 പേർഷ്യയിലെ നാദിർ ഷാ ഈ വജ്രം കൊള്ളയടിച്ചു. അദ്ദേഹം അതിനെ പ്രകാശത്തിന്റെ പർവ്വതം എന്നർത്ഥം വരുന്ന കോഹിനൂർ എന്ന് പുനർനാമകരണം ചെയ്തു. എന്നാൽ താമസിയാതെ അദ്ദേഹം വധിക്കപ്പെടുകയും അദ്ദേഹത്തിന്റെ സാമ്രാജ്യം തകരുകയും ചെയ്തു. പിന്നീട് വജ്രം സിഖ് സാമ്രാജ്യത്തിന്റെ ശക്തനായ ഭരണാധികാരിയായ മഹാരാജ രഞ്ജിത് സിംഗിന്റെ അടുത്തെത്തി. അദ്ദേഹം അത് ജഗന്നാഥ ക്ഷേത്രത്തിന് സംഭാവന ചെയ്യാൻ ആഗ്രഹിച്ചു. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ പിൻഗാമികൾ നാടുകടത്തൽ, തടവ്, കൊലപാതകം എന്നിവ നേരിട്ടു. 1849 ബ്രിട്ടീഷുകാർ പഞ്ചാബ് കീഴടക്കിയതിനു ശേഷം 10 വയസ്സുള്ള രാജകുമാരൻ ദുലീപ് സിംഗ് കോഹിനൂർ വിക്ടോറിയ രാജ്ഞിക്ക് സമർപ്പിക്കാൻ നിർബന്ധിതനായി. അതിനുശേഷം വജ്രം ബ്രിട്ടീഷ് കിരീടധാരണ ആഭരണങ്ങളിൽ തുടർന്നു. പക്ഷേ കാര്യമായ ഫലമൊന്നുമില്ലായിരുന്നു. തുടർന്ന് നിരവധി നിർഭാഗ്യങ്ങൾ സംഭവിച്ചു. ഒരു പക്ഷേ ശാപം ഭയന്ന് ഒരു പുരുഷ രാജാവും കോഹിനൂർ ധരിക്കാറില്ലായിരുന്നു. രാജ്ഞികൾ മാത്രമേ അത് അലങ്കരിക്കുന്നുള്ളൂ. ഇന്നും കോഹിനൂർ നിഗൂഢതയുടെയും വിവാദത്തിന്റെയും പ്രതീകമായി തുടരുന്നു. ചിലർ അതിന്റെ ഇരുണ്ട ഭൂതകാലം വെറും യാദൃശ്ചികം ആണെന്ന് വിശ്വസിക്കുന്നു. മറ്റു ചിലർ വഞ്ചനയുടെയും രക്തച്ചൊരിച്ചിലിന്റെയും ഭാരം വഹിക്കുന്നുണ്ടെന്ന് വാദിക്കുന്നു. എന്നാൽ ഒരു ചോദ്യം അവശേഷിക്കുന്നു. കോഹിനൂർ സ്വന്തമാക്കിയവരുടെ മേലാണോ അതോ അതിന്റെ യഥാർത്ഥ സ്ഥലത്തുനിന്നു എടുത്തവരുടെ മേലാണോ യഥാർത്ഥ ശാപം?